എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഇന്ന് കഴിഞ്ഞിട്ടുള്ള ഡ്രൈവർ കം ഒ എ എക്സാമിന്റെ ആൻസർ കീകളാണ്, ഉത്തരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതുകൂടെ തന്നെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു, പരീക്ഷയ്ക്ക് നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്തു, എത്രയൊക്കെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയും, നമ്മൾ പഠിച്ച കാര്യങ്ങൾ എവിടെ നിന്നൊക്കെ വന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതുന്നത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എങ്ങനെയാണ്, ഏതൊക്കെ ജില്ലയാണ് നിങ്ങൾ എഴുതിയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ പങ്കുവെക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ ഉത്തരത്തിലേക്ക് പോവുകയാണ്. ആദ്യം നമ്മൾ GK പാർട്ടിന്റെ കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള GK പാർട്ട് കോഡ് D ആണ്. അതുകൊണ്ട് നമ്മൾ D കോഡിനകത്തുള്ള ചോദ്യങ്ങളാണ്, അതായത് എന്താണ് ജനറൽ പാർട്ടിൽ നോക്കുന്നത്. ഞാൻ ഉത്തരങ്ങൾ അങ്ങ് പറഞ്ഞു പോകത്തേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, നമ്മൾ അതിന് മറുപടി നൽകുന്നതാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് ആരാണെന്നാണ്. ഓപ്ഷൻ ബി കഴ്സൺ പ്രഭു ആണ് ഒന്നാമത്തെ ആൻസർ, കഴ്സൺ പ്രഭു. രണ്ടാമത്തെ ചോദ്യം, വിമോചന സമരം നടന്നത് ായിരുന്നു എന്നാണ്. ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ എന്നതായിരുന്നു ആൻസർ. നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആര്? നാഷണൽ ഹെറാൾഡ് ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി ആണ്. അടുത്തത്, ഗാന്ധിജി രചിച്ചത് ഏത് ഭാഷയിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്വന്തം ഭാഷ ഗുജറാത്തി എന്ന് പറയുന്ന ഭാഷയിൽ. ഓപ്ഷൻ ബി ഗുജറാത്ത്. ഗാന്ധിജിയെ രാഷ്ട്രപിതാവെന്ന് ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തി? ആറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ബി സുഭാഷ് ചന്ദ്ര ബോസ് എന്നതായിരുന്നു. ഏഴാമത്തെ ചോദ്യം, കഥകളിയിൽ സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന വേഷം എന്നതാണ്. അത് ഓപ്ഷൻ ഡി മിനുക്കാണ് ഉത്തരം. ചോദ്യം 8, ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആര്? കേരള നവോത്ഥാനമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദനാണ്. ഒൻപതാമത്തെ ചോദ്യം, കൊഴിഞ്ഞ ഇലകൾ, ഒരുപാട് പരീക്ഷയിൽ ചോദിച്ച ചോദ്യം ആയിരുന്ന ജോസഫ് മുണ്ടശ്ശേരി മാഷിന്റെ ആയിരുന്നു. ഓപ്ഷൻ സി ആണ്. പത്താമത്തെ ചോദ്യം, ആന്ധ്രാപ്രദേശിന്റെ നൃത്തരൂപം കുച്ചിപ്പൊടി. ഓപ്ഷൻ എ. ആദ്യമായി ജ്ഞാനപീഠ അവാർഡ് നേടിയ കേരളീയൻ ആദ്യത്തെ വ്യക്തി ആരാന്ന് ചോദിച്ചാലും അദ്ദേഹം തന്നെയാണ്. ഓപ്ഷൻ ബി ജി ശങ്കരക്കുറുപ്പാണ്. തിരുവിതാംകൂറിൽ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത്? 12ാമത്തെ ചോദ്യം, ഓപ്ഷൻ ഡി CP രാമസ്വാമി അയ്യർ ആയിരുന്നു. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്? എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണതെല്ലാം. 13ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം സി സർദാർ KM പണിക്കരാണ്. അടുത്തത്, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? 14ാം ചോദ്യത്തിന്റെ ഉത്തരം രാജാറാം മോഹൻ റോയ് ആണ്. ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ്? ചിത്തിര തിരുനാൾ. ഓപ്ഷൻ എ ചിത്തിര തിരുനാൾ. 16ാമത്തെ ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി? ഓപ്ഷൻ സി മൗലാന അബ്ദുൽ കലാം ആസാദ്. 17ാമത്തെ ചോദ്യം, ഒന്നാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സാമ്പത്തിക വിദഗ്ധൻ? ഡോക്ടർ KN രാജാണ്. ഓപ്ഷൻ ഡി ആണ് അതിന്റെ ആൻസർ. അട്ടർലി ബട്ടർലി ഡെലീഷ്യസ് എന്ന പരസ്യഗാനം ഏത് പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അതൊരു പെൺകുട്ടി ഒരു ബ്രെഡ് പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ബട്ടർ പുരട്ടിയത്, അത് അമൂൽ എന്ന് പറയുന്ന കമ്പനി. ഓപ്ഷൻ സി. 18ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം സി ആണ്. അടുത്തത് നോക്കിയേ, 19ാമത്തെ ചോദ്യം വന്നിരിക്കുന്നു. 19ാമത്തെ ചോദ്യം, 1950 ഭരണഘടനയിൽ സ്വത്തവകാശത്തെ മൗലിക അവകാശത്തിൽ നിന്ന് മാറ്റിയത് ഏത് ഭേദഗതിയാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ 44. 19ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം 44A. 44 എന്നാണ്, ഓപ്ഷൻ എ ആണ്. 20ാമത്തെ ചോദ്യം, ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യങ്ങൾ, നയങ്ങൾ, ന്യായവാദ അർഹമല്ലാത്ത അവകാശങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാം. അതിൽ നയങ്ങളിൽ പെടുന്നത് ഏകീകൃത സിവിൽ കോഡ്. ഓപ്ഷൻ സി. 20ാമത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഏകീകൃത സിവിൽ കോഡാണ്. എല്ലാവരും കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുക തന്നെ ചെയ്യുകയാണ്. അടുത്ത 21ാമത്തെ ചോദ്യം, ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ്. അതിനൊരു നമുക്ക് ഇവിടെയും വരാം, ഓപ്ഷൻ ബിയും വരാം, ഓപ്ഷൻ ഡിയും വരാം അതിന്റെ ഉത്തരമായിട്ട്. എന്നാലും നമ്മൾ ഇതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് എന്ന് നമ്മൾ വെച്ചുകൊണ്ട് ഈ ഒരു ഓപ്ഷൻ നമ്മൾ കൊടുക്കുകയാണ്. 6നും 14നും ഇടയ്ക്ക് പ്രായമുള്ള തന്റെ കുട്ടിക്കോ രക്ഷ്യപാലകനോ അതത് സംഗതി പോലെ മാതാപിതാക്കൾക്കോ രക്ഷകർത്താവിനോ വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ ഏർപ്പെടുത്തുക. ഇത് നമ്മൾ അതിനകത്തിൽ വരികയാണ്. ഇത് ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നു. അടുത്തത് ചോദ്യം 22ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിളിച്ചത്? ഒറ്റയടിക്ക് നമുക്ക് കിട്ടും ആർട്ടിക്കിൾ 32. ഓപ്ഷൻ സി. ഭരണഘടനാ പരിഹാരങ്ങൾ കാണാനുള്ള അവകാശം, റിട്ടുകളെ പറ്റി. അപ്പോൾ 22ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്.
23ന്റെ ആൻസർ ഭരണഘടനയിലെ അനുച്ഛേദം 21A ഉറപ്പുവരുത്തുന്നത് എന്ത്? എല്ലാവർക്കും അറിയാം. 6 മുതൽ എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്? 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത് 24ാമത്തെ ചോദ്യം. ചരിത്രത്തിലെ ഏറ്റവും വലിയ ചൂതാട്ടമായി ഒരു പത്രാധിപർ വിശേഷിപ്പിച്ചത് എന്തിനെ? ഓപ്ഷൻ എ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിനെയാണ് എന്തായിട്ട് പറയുന്നത്? ഇത് ഈ ഒരു ആദ്യത്തെ ചൂതാട്ടം, ഏറ്റവും വലിയ ചൂതാട്ടം എന്ന് വിശേഷിപ്പിച്ചത്. അടുത്തത്, നാളെ നമ്മൾ ബ്രിട്ടീഷ് അധിനിവേശത്തിൽ, അതല്ല ഒരു വാക്കാണ് അദ്ദേഹം ആര് പറഞ്ഞതെന്നാണ്. നാളെ നമ്മൾ മോചിതരാവും, സ്വാതന്ത്ര്യം കിട്ടും, എന്നാൽ വിഭജനത്തിന്റെ ഒരു വലിയ ദുഃഖം നമ്മൾ നാളെ പേരേണ്ടി വരും. ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റുവാണ് ആ ഒരു കൊട്ടേഷൻ, ആ ഒരു വാക്ക് പറഞ്ഞ അദ്ദേഹത്തിന്റെയാണത്. അടുത്തത്, ഇനിയുള്ള സിമ്പിൾ ചോദ്യങ്ങളെല്ലാം പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. എല്ലാവർക്കും അറിയാവുന്ന ചോദ്യങ്ങളാണ്. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളമാണ്. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം. കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിച്ചത് പുനലൂരാണ്. ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി 7 ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന മരുഭൂമി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താർ മരുഭൂമി. 29ാമത്തെ ചോദ്യമാണ്. താർ മരുഭൂമിയാണ് ഓപ്ഷൻ ബി. 30ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി നിങ്ങൾക്കറിയാം, വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന ഓപ്ഷൻ എ ഗോദാവരി. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന 31ാമത്തെ ചോദ്യം, അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ് സമൂഹം ലക്ഷദ്വീപാണ്. ഓപ്ഷൻ സി ആണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കിടക്കുന്നു. ഓപ്ഷൻ ഡി കറുത്ത മണ്ണ് എന്ന് നമുക്കറിയാം, റിഗർ സോയിൽ എന്ന് വിളിക്കാം. അടുത്തത്, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി, കേരളത്തിലെ ഏറ്റവും വലിയ നദി അത് പെരിയാറാണ്. ഓപ്ഷൻ സി ആണ്. സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം എന്നുള്ളതാണ് ചോദ്യം. അത് ഈ 34ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഡി സൈലന്റ് വാലിയാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഓപ്ഷൻ എ പുന്നമട കായലിലാണ്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേ ഒരു ജില്ല ഓപ്ഷൻ ബി വയനാടാണ്. കേരള ഫോറസ്റ്റ് റീസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം 37ാമത്തെ ചോദ്യമാണ്. പീച്ചി, ഓപ്ഷൻ സി പീച്ചി തൃശൂർ ജില്ലയിലെ പീച്ചി ആണ്. കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി ഏത്? ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അത് നമ്മുടെ കേരളത്തിലാണ്. ഓപ്ഷൻ ഡി ആനമുടിയാണ്. എല്ലാവരും ആൻസർ ചെയ്തു എന്ന് പ്രതീക്ഷിക്കുകയാണ്. എല്ലാവരും ചെയ്ത് കാണും. അടുത്ത ചോദ്യം, കേരളത്തിൽ കാറ്റാടിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെ? അത് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോടാണ്. ഓപ്ഷൻ ബി. 39ന്റെ ആൻസർ ഓപ്ഷൻ ബി. അടുത്തത്, വലിയ ജില്ല ഏത്? നമുക്കറിയാം, പാലക്കാട് മാറി ആരാണ്? നമ്മുടെ സ്വന്തം ഇടുക്കി ഇടുക്കി. ഓപ്ഷൻ ബി ഇടുക്കി. അടുത്ത, രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ തോത് കുറയ്ക്കുന്ന ഹോർമോൺ അല്ലെ, നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഷുഗർ ഉള്ള ആൾക്കാർക്ക് കുത്തിവെക്കുന്ന സാധനം ഇൻസുലിൻ. ഓപ്ഷൻ ബി ഇൻസുലിൻ. എല്ലാവരും ചെയ്ത സാധനമാണ്. കേരളത്തിൽ സർക്കാർ തലത്തിൽ മരണാനന്തര അവയവദാന പദ്ധതിയുടെ പേര് ഓപ്ഷൻ സി മൃതസഞ്ജീവിനി. 42ന്റെ ആൻസർ മൃതസഞ്ജീവിനി. കൊഴുപ്പടിഞ്ഞ് ധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു ജീവിതശൈലി രോഗം അമിത രക്തസമ്മർദ്ദം. ഓപ്ഷൻ എ അമിത രക്തസമ്മർദ്ദമാണ്. അടുത്തത് ചോദ്യം, കേരള സർക്കാർ തുടക്കം കുറിച്ചിട്ടുള്ള അശ്വമേധം എന്ന പദ്ധതി, അശ്വമേധം എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഓപ്ഷൻ ഡി കുഷ്ഠരോഗം എന്നതാണ് അതിന്റെ ആൻസർ. എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഓപ്ഷൻ സി ഓ രക്ത ഗ്രൂപ്പാണ്. അടുത്തത് 46ാമത്തെ ചോദ്യം, ശ്വാസകോശത്തിന്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്നത് ആര്? ഓപ്ഷൻ ഡി ഡയഫ്രം ആണ്. ഓപ്ഷൻ ഡി ഡയഫ്രം. അടുത്ത 47ാമത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ള ജോഡികളിൽ ജലത്തിൽ ലയിക്കുന്നവ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് കിടക്കുന്നത്. ആരാണ്? ബിയും സിയുമാണ്. അതിന്റെ ആൻസർ ഓപ്ഷൻ ബി. ജീവകം ബിയും സിയുമാണ് എവിടെ ലയിക്കുന്നത്? അപ്പോൾ ഈ പറയുന്ന ജലത്തിൽ ലയിക്കുന്നത്. അടുത്ത ചോദ്യം, 48ാമത്തെ ചോദ്യം, ബാക്ടീരിയ രോഗം. താഴെ തന്നിരിക്കുന്നതിൽ ബാക്ടീരിയ രോഗം ഏത്? ടൈഫോയിഡ് ആണ്. ഓപ്ഷൻ ഡി ടൈഫോയിഡ്. 49ാമത്തെ ചോദ്യം, തന്നിട്ടുള്ള സൂചനകൾ ശരിയായത് ഏതെന്ന് എഴുതിയെടുക്കുക. അപ്പോൾ ഇതിനകത്ത് ശരിയായിട്ടുള്ള അയഡിൻ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു, ഇരുമ്പ് ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി 1ഉം 2ഉം ശരിയാണ് എന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, മലമ്പനി രോഗം പരത്തുന്ന കൊതുക് ഏത്? ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം. ഓപ്ഷൻ എ അനോഫിലസ് കൊതുകുകളാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഇത്രയുമാണ് GK പാർട്ടിനകത്തിൽ 50 ചോദ്യങ്ങൾ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം.
ഓക്കെ, നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഡ്രൈവിംഗ് ലൈസൻസിന് അയോഗ്യത കൽപ്പിക്കാവുന്ന കാരണം എന്താണെന്നാണ്. കാരണം മുകളിൽ പറഞ്ഞവയെല്ലാം, ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവ എല്ലാം ഇതിനകത്തിൽ വരുന്നുണ്ട്. അടുത്ത ചോദ്യം: താഴെ പറയുന്നവയിൽ ഏത് വാഹനത്തിനാണ് പ്രഥമ പരിഗണന നൽകേണ്ടത്? അതും നമ്മുടെ ക്ലാസ്സുകളിൽ കൃത്യമായിട്ട് സാർ എടുത്തു തന്നിട്ടുണ്ട്. അത് ഫയർ സർവീസ് വാഹനമാണ്, ഓപ്ഷൻ ബി ആണ്. എല്ലാവർക്കും കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒരു വാഹനം കെട്ടിവലിക്കുമ്പോൾ ഉണ്ടാകേണ്ട അകലം ഓപ്ഷൻ എ 25 കിലോമീറ്റർ പ്രതി മണിക്കൂർ. അതായത് ഒരു വാഹനം കെട്ടിവലിച്ചുകൊണ്ട് പോകുമ്പോൾ വണ്ടിയുടെ വേഗതയാണ് ചോദിച്ചിരിക്കുന്നത്, ഓപ്ഷൻ എ. അടുത്ത ചോദ്യം: ഇരുചക്ര വാഹനത്തിന് കേരളത്തിൽ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത 60 കിലോമീറ്റർ പെർ അവർ ആണ്, ഓപ്ഷൻ ഡി ആണ് അതിന്റെ ആൻസർ. ഓപ്ഷൻ ഡിയിലേക്ക് നമ്മൾ ചെല്ലുന്നു. ഒരു റെന്റേ ക്യാബ് വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റിന്റെ നിറം എന്നതാണ്. ഒരു റെന്റേ കാർ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റിന്റെ നിറം ഓപ്ഷൻ സി, കറുത്ത പ്രതലത്തിൽ മഞ്ഞ അക്കങ്ങളും അക്ഷരങ്ങളും. കിട്ടുന്നുണ്ടല്ലോ? സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പങ്കുവെക്കണേ. ഫയർ ഓൺ അനുവദീയമായ വാഹനം ഇതൊന്നുമല്ല. മോട്ടോർ കാർ ഉണ്ട്, ബസ് ഉണ്ട്, ഹെവി ഗുഡ്സ് വാഹനം ഇതിലൊന്നുമല്ല. അതുകൊണ്ട് ഇതൊന്നുമല്ല, അതായത് ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല എന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കും. താഴെ പറയുന്നവയിൽ ഏത് കുറ്റത്തിലാണ് വാഹനം ബന്ധവസിൽ പിടിച്ചെടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തിൽ എല്ലാം അത് പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം ഇതിൽ വരുന്നു എന്ന് ഓർത്തിരിക്കും. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നു, പെർമിറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നു, സാധ്യതയുള്ള രജിസ്ട്രേഷൻ RC ഇല്ലാതെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഈ സാഹചര്യത്തിലൊക്കെ വണ്ടി പിടിച്ചെടുക്കാൻ പറ്റുന്നു. അടുത്തത്: ഹെവി വാഹനങ്ങളുടെ പാർക്കിംഗ് ബ്രേക്ക് സാധാരണയായി ഏത് സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത്? ഓപ്ഷൻ ബി, ന്യൂമാറ്റിക് എന്നതാണ് കൃത്യമായിട്ടുള്ള ഉത്തരം. അപ്പോൾ ആ ഒരു ചോദ്യം എല്ലാവർക്കും കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ എടുത്തു പറഞ്ഞ ഒരു ചോദ്യം കൂടിയായിരുന്നു അത്. എൻജിൻ ഡ്യൂപ്ലിക്കേഷൻ സിസ്റ്റത്തിന്റെ ഉദ്ദേശം എല്ലാത്തിനും കൂടിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവ എല്ലാം. അപ്പോൾ എൻജിൻ ലൂബ്രിക്കേഷന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞിരുന്നത് എല്ലാം. അടുത്തത്: വാഹനത്തിന്റെ ലെഡ് ആസിഡ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ്, സൾഫ്യൂരിക് ആസിഡ്, ഡാഷ് എന്നിവയുടെ ഒരു മിശ്രിതമാണ്. ഓപ്ഷൻ ബി, വെള്ളം, ജലം എന്നതാണ് അതിന്റെ ആൻസർ. ഓപ്ഷൻ ബി ആണ് അതിന്റെ ആൻസർ. അടുത്ത ചോദ്യം: ഹെവി വാഹനങ്ങളുടെ പാർക്കിംഗ് ബ്രേക്ക് സാധാരണയായി ഏതു ചക്രത്തിൽ പ്രവർത്തിക്കുന്നു? ഓപ്ഷൻ എ, പിന്നിലെ ചക്രം എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എളുപ്പമുള്ള ചോദ്യമായിരുന്നു. പവർ സ്റ്റിയറിംഗിന്റെ ഗുണം ഓപ്ഷൻ ഡി, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം ഇതിന് ഉപയോഗമാണ് എന്നതാണ്. അടുത്തത് 89. അടുത്ത ചോദ്യം ഡി കോഡിലെ 89ാമത്തെ ചോദ്യമാണ്. ഡ്രൈവറെ കൂടാതെ പരമാവധി 6 യാത്രക്കാരെ കയറ്റാവുന്ന വാഹനത്തെ വിളിക്കുന്ന പേര്? ഓപ്ഷൻ സി, മോട്ടോർ ക്യാബ്. എന്താണ് വിളിക്കുന്നത്? മോട്ടോർ ക്യാബ് ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഒരു ഹെവി ഗുഡ്സ് മോട്ടോർ വാഹനത്തിന് കേരളത്തിൽ നഗരപരിധിയിൽ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത 50 ആണ്. എത്രയാണ്? 50 കിലോമീറ്റർ മണിക്കൂറിൽ 50 കിലോമീറ്റർ ഓടാൻ പറ്റും. ഓപ്ഷൻ സി ആണ് അതിന്റെ ഉത്തരം. താഴെ പറയുന്നതിൽ എന്ത് സൂചിപ്പിക്കാനാണ് കൈകൊണ്ട് നൽകേണ്ട സിഗ്നൽ നിലവിലില്ലാത്തത് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ വേഗത കുറയ്ക്കുവാൻ, ഓപ്ഷൻ എ, വേഗത കുറയ്ക്കുവാൻ എന്നതാണ് നിലവിൽ. അത് കൃത്യമല്ല, അതിന്റെ ആൻസർ നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ഇതെല്ലാം അതിന് റിജക്ട് ആയി പോകും, ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയി പോകത്തേ ഉള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ ആൻസർ PSC എങ്ങനെ കൊടുക്കുന്ന അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ വേഗത കുറയ്ക്കാൻ എന്നുള്ളതായിരിക്കാം നമുക്ക് ഇതിനകത്തിൽ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അവിടെ കിടക്കുകയാണ്. ആ ചോദ്യത്തിന് ഉത്തരം എന്താണ്? അല്ലെങ്കിൽ ക്യാൻസലേഷൻ ആയിരിക്കും ആ ചോദ്യം. അപ്പോൾ അടുത്ത ചോദ്യം 92 ആണ്. ഒരു തുരങ്കത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപായി ഡ്രൈവർ ഡാഷ് ലൈറ്റ് പ്രദർശിപ്പിക്കണം. ഓപ്ഷൻ ബി, ഡിപ്ഡ് ലൈറ്റ് ആണ്. ഡിപ്ഡ് ലൈറ്റ്, അതായത് ഡിം ലൈറ്റ് പ്രദർശിപ്പിക്കണം എന്നതാണ് അതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം: BS6 വാഹനങ്ങളുടെ പുക പരിശോധന സർട്ടിഫിക്കറ്റിന്റെ കാലാവധി? ഓപ്ഷൻ സി, 1 വർഷം. ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ വരുന്നത്. 1 വർഷമാണ് BS6 വണ്ടികളുടെ പുക പരിശോധനയുടെ കാലാവധി ഉള്ളത്. അടുത്തത്: ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ലൈസൻസിന്റെ കാലാവധി? ഓപ്ഷൻ ബി, 5 വർഷമാണ്. ഏതാണ്? 5 വർഷം. താഴെ പറയുന്ന വാഹനങ്ങളിൽ പെർമിറ്റ് ആവശ്യമുള്ളത്? ആംബുലൻസ് ആണ്, ഓപ്ഷൻ ഡി ആണ്, സ്കൂൾ ബസ് ആണ്. ഓപ്ഷൻ ആംബുലൻസ്, പോലീസ്, ഫയർ ഇതിനെല്ലാം വേണോ? വേണ്ട. അപ്പോൾ സ്കൂൾ ബസ്സിനാണ് ഓപ്ഷൻ ഡി. വാഹനം സഞ്ചരിച്ച ദൂരം അളക്കുന്നതിനുള്ള ഉപകരണം?
എളുപ്പമുള്ള ചോദ്യം ഓഡോമീറ്റർ. അടുത്തത് ഓപ്ഷൻ എ ആണ് ഓഡോമീറ്റർ. പ്രഷർ ഗേജ് ഉപയോഗിക്കുന്നത്, പ്രഷർ ഗേജ് എന്താണ് താണ്ട് കിടക്കുന്നു? ഓപ്ഷൻ ബി ടയറിലെ വായുമർദ്ദം അളക്കാൻ വേണ്ടിയുള്ള ഒരു ഉപകരണമാണ് ഏതെന്ന് പറയുന്നത് പ്രഷർ ഗേജ്. എളുപ്പമാണെന്ന് വിചാരിക്കുന്നു. അടുത്തത് എല്ലാവരും മേടിച്ചു കാണും. കോസ്റ്റിംഗ് എന്നാൽ എന്ത്? ഓപ്ഷൻ സി ആണ്. ക്ലച്ച് അമർത്തി പിടിച്ചോ, ഗിയർ ന്യൂട്രൽ ഇട്ടോ ഇറക്കം ഇറങ്ങുന്നതിനെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത്? കോസ്റ്റിംഗ് എന്ന പേരിൽ വിളിക്കുന്നത്. അപ്പോൾ 81ന്റെ ആൻസർ ഓപ്ഷൻ സി എന്നതാണ്. അടുത്തത് സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിച്ചാലുള്ള പിഴയാണ് ഓപ്ഷൻ ഡി 1000 രൂപ. എല്ലാവരും ചെയ്ത് കാണും. ഓപ്ഷൻ ഡി 1000 രൂപയാണ്. അടുത്തത് ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തിൽ കുടുങ്ങിയ വായു നീക്കം ചെയ്യുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേര് ബ്ലീഡിംഗ് എന്നാണ്. ഓപ്ഷൻ സി ബ്ലീഡിംഗ്. ഓപ്ഷൻ സി ആണ്. അപ്പോൾ വേറെ ക്ലീനിങ് ഡ്രിപ്പിംഗ് എന്നൊക്കെ എഴുതിയിട്ടുള്ള ആൾക്കാർക്ക് അത് വായിക്കാതെ പോയതുകൊണ്ട് മാത്രമാണ് ഇത് എളുപ്പമുള്ള ചോദ്യമാണ്. നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്ന ചോദ്യം കൂടിയാണ്. ഒരു വാഹനത്തിന്റെ എഞ്ചിനിൽ നിന്ന് ബഹിർഗമിക്കുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്ന വിഷവാതകങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ. അവയെല്ലാം ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ എല്ലാം ഉണ്ട്. അതിന്റെ ആൻസർ ഡി ആണെന്ന് ഓർത്തിരിക്കുക. മുകളിൽ പറഞ്ഞവ എല്ലാം. അടുത്ത ചോദ്യം 4 സ്ട്രോക്ക് എഞ്ചിനിലെ ഒരു സ്ട്രോക്ക് അല്ലാത്തത് ഓപ്ഷൻ ബി കിക്ക് ആണ്. അപ്പോൾ 66ാമത്തെ ചോദ്യം ഏതാണ്? 4 സ്ട്രോക്ക് എഞ്ചിനിലെ ഒരു സ്ട്രോക്ക് അല്ലാത്തത് കിക്ക് ആണ്. അത് ഓപ്ഷൻ ബി ആണ്. മേടിച്ചോണം. അടുത്തത് എന്താണ് ഷോൾഡർ ചെക്ക് എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ്. ബ്ലൈൻഡ് സ്പോട്ട് തലതിരിച്ച് പരിശോധിക്കുന്നത്. ബ്ലൈൻഡ് സ്പോട്ട് തലതിരിച്ച് പരിശോധിക്കുന്നതിനെയാണ് ഷോൾഡർ ചെക്ക് എന്ന് വിളിക്കുന്നത്. കൂളന്റ് ഉപയോഗിക്കുന്നത് എല്ലാവർക്കും അറിയാം. എന്തിനാണ്? എൻജിൻ തണുപ്പിക്കുവാൻ വേണ്ടിയാണ്. ഓപ്ഷൻ എ ആണ്. അടുത്ത 69 ഡ്രൈവറുടെ മുന്നോട്ടുള്ള നോട്ടത്തിലും വാഹനത്തിന്റെ കണ്ണാടിയിലും കാണാത്ത ഭാഗത്തെ നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നു? യെസ്, ബ്ലൈൻഡ് സ്പോട്ട് എന്ന് വിളിക്കുന്നു. ഓപ്ഷൻ എ ആണ് അതിന്റെ ആൻസർ. മാൻഡേറ്ററി സൈനുകളുടെ നമുക്ക് 2 വട്ടം ആവർത്തിച്ച ചോദ്യമാണ്. മാൻഡേറ്ററിയുടെ സൈനുകളുടെ രൂപം യെസ് ഓപ്ഷൻ സി വൃത്തമാണ്. പുതിയ വാഹനം രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായിരിക്കേണ്ടത് ഓപ്ഷൻ എ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് ആണ്. ഒരു വണ്ടി രജിസ്റ്റർ ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം? ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അടുത്തത് 72 ബ്രേക്ക് അമിതമായി ഉപയോഗിച്ചത് മൂലം ലൈൻ ചൂടായി ബ്രേക്ക് ലഭിക്കാത്ത അവസ്ഥയെ വിളിക്കുന്ന പേര് ഓപ്ഷൻ ബി ബ്രേക്ക് ഫേഡിംഗ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അതിന്റെ ഉത്തരം എല്ലാവരും എഴുതി കാണും. അടുത്തത് ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിക്കുന്നത് എവിടെയാണ്? യെസ്, എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ ബി ബാറ്ററിയിലാണ്. എവിടെയാണ്? ഓപ്ഷൻ ബി ബാറ്ററിയിലാണ് അതിന്റെ ആൻസർ വരുന്നത്. വാഹനങ്ങളിലെ പിന്നിലെ വാഹനങ്ങൾ കാണുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന റിയർ വ്യൂ മിറർ ഏതായിരിക്കും എന്നാണ് ചോദ്യം. എല്ലാവരും എഴുതി കാണും. ഓപ്ഷൻ എ കോൺവെക്സ് എന്നതാണ് ആൻസർ. 75ാമത്തെ ചോദ്യം ഇതായിരുന്നു. വാഹനത്തിൽ രാസോർജം ഗതികോർജമാക്കി മാറ്റ. രാസോർജം ഗതികോർജം എൻജിൻ ആയിരുന്നു. ഓപ്ഷൻ സി എൻജിൻ. അടുത്ത ചോദ്യം ഒരു വാഹനം 84 കിലോമീറ്റർ സഞ്ചരിക്കാൻ 7 ലിറ്റർ ഡീസൽ ചെലവാക്കുന്നെങ്കിൽ ആ വാഹനത്തിന്റെ മൈലേജ് എത്രയാണെന്നാണ്. ഓപ്ഷൻ സി 12 കിലോമീറ്റർ പെർ ലിറ്റർ ആണ് അവിടെ കിട്ടുന്നത്. ഡിപ്പ് സ്റ്റിക്ക് ഉപയോഗിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ എൻജിൻ ഓയിലിന്റെ അളവ് മനസ്സിലാക്കാൻ വേണ്ടി ഓപ്ഷൻ എ ആണ്. അടുത്തത് 59 വാഹനത്തിന്റെ ഗതികോർജം താപോർജമാക്കി മാറ്റുന്നത് ബ്രേക്ക് ആണ്. ഓപ്ഷൻ എ ബ്രേക്ക്. അടുത്തത് എങ്ങനെ ഓവർടേക്ക് ചെയ്യണമെന്നാണ് പറയുന്നത്? എങ്ങനെ ഓവർടേക്ക് ചെയ്യണമെന്നാണ് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഓപ്ഷൻ എയും ആൻസർ വരാം, ഓപ്ഷൻ സിയും ആൻസർ വരാം. നോക്കി, മോട്ടോർ വാഹന നിയമപ്രകാരം സെക്ഷൻ 184 ഓവർടേക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് വിശദീകരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സെക്ഷൻ 14 ഡ്രൈവിംഗ് റെഗുലേഷൻ ആക്ടിന്റെ സെക്ഷൻ 14 ഇത് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഉത്തരം ഏതാണെന്ന് നമുക്കൊരു വ്യക്തത വരുത്തേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് അതിന് എന്താണെന്ന് നമുക്ക് പറയാം കേട്ടോ. താഴെ പറയുന്നവയിൽ ഒരു പെട്രോൾ എഞ്ചിന്റെ ഭാഗമല്ലാത്തത് ഏത് എന്നുള്ള ഒരു ചോദ്യം കിടക്കുന്നു. അപ്പോൾ പെട്രോൾ എഞ്ചിന്റെ ഭാഗമല്ലാത്തത് ഫ്യൂവൽ ഇൻജെക്ടർ. ഓപ്ഷൻ എ ആണ്. 62ാമത് നിലവിൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി കഴിഞ്ഞാൽ തുടർന്നും വാഹനം ഓടിക്കാവുന്ന ഗ്രേസ് പീരീഡ് ഇല്ല. പുതുക്കാനുള്ള സമയം തരും, പക്ഷേ എന്തില്ല, വണ്ടി ഓടിക്കാൻ കഴിയത്തില്ല. അതാണ് ചോദ്യം. കാലാവധി കഴിഞ്ഞാൽ ഓടിക്കാവുന്ന എന്നൊരു ചോദ്യമായതുകൊണ്ട് അത് എന്താണ്? ഗ്രേസ് പീരീഡ് ഇല്ല. പുതുക്കാവുന്നതാണെങ്കിൽ നമുക്ക് 30 ദിവസം എന്ന് കൊടുക്കാം. അതിലല്ല, ഉത്തരം ഇവിടെ വരുമ്പോൾ അത് ഏതാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. ഇവിടുത്തെ ഉത്തരം ഗ്രേസ് പീരീഡ് എന്നതാണ് അവിടുത്തെ ഉത്തരം ആയിട്ട് വരുന്നത് എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. കാരണം ഓടിക്കാവുന്നത് എന്നതാണ്. പുതുക്കാനാണെങ്കിൽ നമുക്ക് 30 ദിവസം എന്ന് പറയായിരുന്നു. അടുത്ത ചോദ്യം 63 ഒരു കാറിന്റെ മുന്നിലെയും പിന്നിലെയും ആക്സിലുകളുടെ മധ്യം തമ്മിലുള്ള അകലത്തെ വിളിക്കുന്ന പേര് ഓപ്ഷൻ ബി വീൽ വേസ് എന്നാണ് വിളിക്കുന്നത്. എന്താണ്? വീൽ വേസ് എന്ന പേരിൽ വിളിക്കുന്നു. ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ ആൻസർ ആയിട്ട് നമ്മൾ പറയുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കേ.
താഴെ പറയുന്നവയിൽ ഒരു വാഹനത്തിന്റെ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിന്റെ ഉദ്ദേശമല്ലാത്തത് ഓപ്ഷൻ എ പവർ വ്യത്യാസപ്പെടുത്തൽ. എന്താണ്? പവർ വ്യത്യാസപ്പെടുത്തലാണ്. അടുത്തത്, ഒരു വാഹനം വളവ് തിരിയുമ്പോൾ ഒരേ ആക്സിലിലെ ടയറുകൾ വ്യത്യസ്ത വേഗതയിൽ കറങ്ങാൻ ഉപയോഗിക്കുന്ന ആ ഒരു സംവിധാനത്തെ വിളിക്കുന്ന പേര് ഓപ്ഷൻ ഡി ഡിഫറൻഷ്യൽ എന്നാണ്. ഏതാണ്? ഡിഫറൻഷ്യൽ. അടുത്ത ചോദ്യം എല്ലാവരും ആൻസർ ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നതാണ്. അടുത്ത ചോദ്യം നോക്കിയോ. ഒരു ഹെവി ഗുഡ്സ് വാഹനത്തിന്റെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എത്ര കിലോഗ്രാം ആണ്? 12,000 കിലോഗ്രാമിൽ കൂടുതൽ ഉള്ളതിനെയാണ് നമ്മൾ ഹെവി വെഹിക്കിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഹെവി ഗുഡ്സ് വെഹിക്കിൾ 12,000 എന്നതാണ് ഓപ്ഷൻ സി ആൻസർ. ടെമ്പറേച്ചർ ഗേജ് ഉപയോഗിക്കുന്നത് എസ് എഞ്ചിന്റെ താപനില അളക്കാൻ വേണ്ടി. യൂട്ടേൺ എടുക്കാൻ അനുവദനമല്ലാത്തത് എവിടെയാണ്? ഓപ്ഷൻ അതിൽ കിടപ്പുണ്ട്. മുകളിൽ പറഞ്ഞവയെല്ലാം. ഓപ്ഷൻ ഡി എവിടെയാണ്? മുകളിൽ പറഞ്ഞവ എല്ലാമാണ് അവിടുത്തെ ഓപ്ഷൻ ആയിട്ട് വരുന്നത്. അടുത്തത് 54, ക്ലച്ച് ഡിസ്ക് ഫ്ലൈ വീലുമായി ബന്ധിപ്പിക്കുന്ന പോയിന്റ്. ക്ലച്ച് ഡിസ്കിനെ ഫ്ലൈ വീലുമായിട്ട് ബന്ധിപ്പിക്കുന്ന ആരാണ്? ബൈറ്റിംഗ് പോയിന്റ് ആണ്. നമ്മുടെ ക്ലാസ്സിൽ കൃത്യമായിട്ട് കിടപ്പുണ്ട്. നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ അതിൽ കൃത്യമായിട്ട് സാർ അതിനെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ബൈറ്റിംഗ് പോയിന്റ് എല്ലാവരും എഴുതി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ജംഗ്ഷനിൽ നേരെ പോകുന്നതിനുള്ള സിഗ്നൽ, ഒരു ജംഗ്ഷനിൽ നേരെ പോകുന്നതിനുള്ള സിഗ്നൽ ഉണ്ടോ? ഇല്ല, സിഗ്നലിന്റെ ആവശ്യമില്ല. ഓപ്ഷൻ ബി 55B. അടുത്തത് വീണ്ടും അതേ ചോദ്യം. മാൻഡേറ്ററി സൈനുകളുടെ രൂപം നമ്മൾ എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ട്. ഏതാണ്? യെസ്, അത് വൃത്തം ആണ് അതിന്റെ ആൻസർ. അപ്പോൾ ഇത്രയും ഉള്ളു നമ്മുടെ പരീക്ഷയുടെ ചോദ്യം എന്ന് പറയുന്നത്. വളരെ എളുപ്പമായിരുന്ന ഒരു ചോദ്യമായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും എക്സാം ഹോളിൽ ഫീൽ ചെയ്തത്. പിന്നെ എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഒരു പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അത്യാവശ്യം സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു പരീക്ഷയാണ്. നമ്മുടെ പ്രീവിയസ് ചോദ്യത്തിന്റെ ക്ലാസ്സുകൾ കണ്ടിട്ട് പോയ ഒരു ഉദ്യോഗാർത്ഥിക്ക് വളരെയധികം ഈ പറയുന്ന 50 മാർക്കിനകത്തിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു എക്സാം കൂടിയായിരുന്നു ഇത്. നിങ്ങൾക്ക് ജോലി കിട്ടാൻ പറ്റുന്ന ഒരു എക്സാം കൂടിയായിരുന്നു ഇത്. എന്നാൽ കഴിഞ്ഞ വർഷത്തെ പരീക്ഷയെ, കഴിഞ്ഞ വർഷത്തെ OECOM ഡ്രൈവർ എന്ന് പറയുന്ന എക്സാമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ പരീക്ഷ കുറച്ചും കൂടി എളുപ്പമായിരുന്നു എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇനി 14 ജില്ലയിലേക്കാണ് ഈ പരീക്ഷ നടന്നത്. ഈ ലിസ്റ്റ്, ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇതിന് എന്തുണ്ട്? നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ മെഡിക്കൽ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റും മറ്റും നമുക്ക് നിലവിൽ വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ പരീക്ഷ നന്നായിട്ട് എഴുതിയെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ നോക്കുക, നിങ്ങളുടെ മാർക്ക് നോക്കിയിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ജില്ലയും നിങ്ങളുടെ മാർക്കും കൂടെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടാതെ ഒരു പ്രതീക്ഷ, നമ്മളൊരു അനലൈസ് ചെയ്തപ്പോൾ നമ്മൾ വിലയിരുത്തുന്നത് ഈ ഒരു ലിസ്റ്റിൽ വരാൻ സാധ്യതയുള്ള ആൾക്കാര് ഒരു 70 മാർക്കിന് അല്ലെങ്കിൽ നമുക്കൊരു 68 മാർക്കിനും ഒരു 76 മാർക്കിനും ഇടയിൽ, 68നും 76 മാർക്കിനും ഇടയിലൊക്കെ മാർക്ക് മേടിച്ചിട്ടുള്ള ആൾക്കാര് ലിസ്റ്റിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം പരീക്ഷകളിൽ ഇരിക്കുമ്പോൾ കുറച്ച് തെറ്റും കാര്യങ്ങളൊക്കെ വരും. പിന്നെ എല്ലാവരും ഒരേപോലൊക്കെ ആവണം എന്നൊന്നുമില്ല. അപ്പോൾ എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് എഴുതിയ ഒരു പരീക്ഷയായിട്ട് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വളരെ എളുപ്പമുള്ള ഒരു പരീക്ഷ കൂടി ആയിരുന്നു എന്നും നമുക്ക് ഇതിനെ പറയാൻ പറ്റും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ലിസ്റ്റിൽ ഇടം പിടിക്കാൻ സാധിക്കട്ടെ, നിങ്ങൾക്ക് ജോലി കിട്ടാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ മാർക്ക് എത്രയാണ്, നിങ്ങളുടെ ജില്ല ഏതാണെന്നൊക്കെ, അല്ലെങ്കിൽ ഉത്തരത്തിന് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും കമന്റ് ഇടണം.